ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ അതിശക്തമായി എല്ലാം വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് നേതാക്കന്മാരും അണികളുമൊക്കെ. ജയിക്കില്ലെന്നറിയാമായിരുന്നിട്ട് നിർബന്ധിപ്പിച്ച് മത്സരിച്ചുവെന്നും തോൽവിയിൽ അതൃപ്തി അറിയിച്ച് കെ ശൈലജ രംഗത്ത് വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറി CPM-ൽ ഉണ്ടാകുമെന്ന് വ്യക്തം. പാലക്കാടും കായംകുളത്തുമൊക്കെ CPM-ൽ പൊട്ടിത്തെറിയാണ്. കണ്ണൂരിൽ ചെങ്കോട്ടയിൽ അടിത്തറ ഇളകിക്കഴിഞ്ഞു CPM-ൽ. വരും ദിവസങ്ങൾ CPM-ന് നിർണായകമാണ്. ശക്തമായി തിരിച്ചു വരുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ജനവിധി ആദരവോടെ സ്വീകരിക്കുന്നു. ഇതൊരവസാനമല്ല, തുടർച്ചയായ പ്രവർത്തനത്തിലുള്ള തുടക്കമാണെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കൂടുതൽ ആത്മവിശ്വാസത്തോടെ LDF മുന്നോട്ട് പോകും, ശക്തമായി തിരിച്ചു വരും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന 4-ാം ദിവസമാണ് പിണറായി വിജയന്റെ പ്രതികരണം. UDF-നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. എല്ലാവിധ എതിർ പ്രചാരണങ്ങൾക്കിടയിലും ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. 3-ാം ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷ നിറവേറിയില്ലെങ്കിലും വലിയൊരു ജനവിഭാഗം LDF-നൊപ്പം ഉറച്ചു നിന്നത് ആത്മവിശ്വാസം നൽകുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കും. ജനവിധി മാനിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാണ്. കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കുമെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ട കടുത്ത തോൽവിക്ക് പിന്നാലെ അതൃപ്തി അറിയിച്ച് മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ ശൈലജ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ശൈലജ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും നിർബന്ധിച്ച് മത്സരിപ്പിച്ചുവെന്നും ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നുമാണ് ശൈലജ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മത്സരിച്ചപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ ജയിച്ചത്. എന്നാൽ ഇത്തവണ പേരാവൂരിൽ മത്സരിച്ചപ്പോൾ വോട്ട് ശതമാനത്തിൽ വമ്പിച്ച കുറവാണുണ്ടായത്. UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് 14,000-ലധികം വോട്ടുകൾക്കാണ് പേരാവൂരിൽ ജയിച്ചത്. സ്വന്തം നാടായ ഇരിട്ടിയിലെ പായം ഗ്രാമപഞ്ചായത്തിലെ 13 ബൂത്തുകളിൽ ശൈലജ ലീഡ് ചെയ്തപ്പോൾ 12 ബൂത്തുകളിൽ ലീഡ് ഉയർത്തി തൊട്ടു പിന്നിൽ സണ്ണി ജോസഫ് ഉണ്ടായിരുന്നു. ഇടത് വോട്ടുകളിൽ പോലും CPM സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ല. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ശൈലജയെ മട്ടന്നൂരിൽ നിന്നും പേരാവൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയത് വിവാദമായിരുന്നു. കെ ശൈലജയെ പേരാവൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് CPM വിട്ട TK ഗോവിന്ദൻ വിമർശിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റിൽ ജയിക്കുക എന്ന പാർട്ടിയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനായാണ് മണ്ഡലമാറ്റമെന്നായിരുന്നു പാർട്ടി നിലപാട്. മട്ടന്നൂരിൽ CPM സ്ഥാനാർത്ഥിയായി ശൈലജയ്ക്ക് പകരം മത്സരിച്ച VK സനോജൻ 14,000-ലധികം വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ കുറവാണ് ഇത്തവണ മട്ടന്നൂരിൽ ഉണ്ടായത്.